ഈ പാവം മനുഷ്യൻ തനിക്ക് എന്തോ തെറ്റ് സംഭവിച്ചെന്ന് തിരിച്ചറിഞ്ഞു. അപ്പോൾ മുൻപിൽ നിന്ന് ആയിരക്കണക്കിന് സോംബികളുടെ ഒരു കൂട്ടം വരുന്നത് കണ്ടു. അയാൾ ഉടൻ തന്നെ ഭാര്യയെ എടുത്തുയർത്തി സ്റ്റെപ്പിന്റെ മുകളിലൂടെ ചാടി അവിടെ നിന്ന് ഓടിപ്പോയി. ആ കുഴപ്പങ്ങൾക്കിടയിൽ ഡസൻ കണക്കിന് ആളുകൾ ചുമരിലിടിച്ച് മരിച്ചു. ജാക്ക് ഭാര്യയോടൊപ്പം മടങ്ങിയെത്തുമ്പോൾ ഒരു പെൺകുട്ടിയെ കാണുകയും അവളെയും രക്ഷിക്കുകയും ചെയ്തു. പിന്നിൽ നിന്നിരുന്ന ഡോർ ഇപ്പോൾ പൂർണ്ണമായി നശിച്ചിരുന്നു. പോകുമ്പോൾ അയാൾക്കൊരു ഇരുമ്പുവടി കിട്ടി. അത് കയ്യിലെടുത്ത് വാതിലിന്റെ അടുത്തേക്ക് പാഞ്ഞു. അവസാനത്തെയാൾ അകത്ത് കടന്നയുടൻ സോംബികൾ വാതിലിലിടിച്ചു. എല്ലാവരും ഒരുമിച്ച് വാതിൽ പിടിച്ചു നിർത്തുകയായിരുന്നു. പക്ഷേ എന്നിട്ടും അവർക്ക് അത് ശരിയായി തടയാൻ കഴിഞ്ഞില്ല. ഒരു ചെറിയ അശ്രദ്ധയുണ്ടായാൽ പോലും എല്ലാം അവസാനിച്ചേനെ. ആ നിമിഷം തന്നെ ജാക്ക് വാതിൽ പൂട്ടി. പക്ഷേ വാതിൽ പൊട്ടാൻ തുടങ്ങിയപ്പോൾ അവർ ഉടൻ തന്നെ അവിടെ നിന്ന് ഓടിപ്പോയി. അടുത്ത നിമിഷം സോംബികൾ അവരെ ആക്രമിച്ചു. അതേസമയം ട്രെയിൻ പുറപ്പെടാൻ പോകുകയായിരുന്നു. അതിൽ കയറിയില്ലെങ്കിൽ ടിക്കറ്റ് വെറുതെയാകും. ചിലർ അവരുടെ നീളമുള്ള കാലുകളുടെ സഹായത്തോടെ ട്രെയിനിൽ കയറി. ജാക്കിനെ കയറ്റാൻ ടോം ഉടൻ തന്നെ കൈനീട്ടി. എന്നാൽ ജാക്ക് തിരിഞ്ഞ് സോംബികളെ ആക്രമിച്ചു. അയാൾ ഒരു ഇരുമ്പുവടി കൊണ്ട് നിരവധി സോംബികളെ തട്ടി താഴെയിട്ടു. എന്നിട്ട് ടോമിന്റെ സഹായത്തോടെ ട്രെയിനിൽ കയറി. അപ്പോഴാണ് അവന്റെ ഭാര്യ വിളിച്ചത്. അവൾ മൂന്നാമത്തെ ബോഗിയുടെ ടോയ്ലറ്റിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. പുറത്ത് സോംബികൾ നിൽക്കുന്നുണ്ടായിരുന്നു. ടോമിന്റെ മകളും അവിടെയുണ്ടായിരുന്നു. ജാക്ക് ഉടൻ തന്നെ കവചം ധരിച്ച് അവരെ രക്ഷിക്കാൻ പുറപ്പെട്ടു. സബ്സ്ക്രൈബ് ചെയ്താൽ നാളെ കാണാം.